ഒരുപാട് ബാങ്ക് എക്സാംസ് ഓൾറെഡി ക്ലിയർ ചെയ്തിട്ട് ഇപ്പം ഇതിനൊക്കെ നോക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൊരു ചെറിയ ഡൗട്ടൊക്കെ ഉള്ളവർ കാണും. അവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഹായ്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്രേഡ് ബി ഓഫീസർ സ്കില്ലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നമ്മുടെ ഒരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ, അയാളുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ബാങ്ക് എക്സാംസിൽ തന്നെ RBIയിൽ ജോലി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ RBI എന്ന് പറയുമ്പോൾ അവിടെയും നമുക്കറിയാം 2 പോസ്റ്റിനാണ് മെയിനായിട്ട് വിളിക്കുന്നത്. ഒന്ന് അസിസ്റ്റന്റും അതുപോലെ ഗ്രേഡ് ബി ഓഫീസറും. അപ്പോൾ അതിൽ ഈ RBI ഗ്രേഡ് ബി ഓഫീസറാണ് ഒരുപാട് പേരുടെ ഡ്രീം. ഒരുപാട് പേര് ബാങ്ക് എക്സാംസ് ആയി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പോലും പിന്നെയും സമയമെടുത്ത് ഈ ഒരു RBI ഗ്രേഡ് ബി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഫൈനലി അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് കാണും. ഇപ്പോൾ ഓൾറെഡി ജോലിയൊക്കെ കിട്ടി ബാങ്കിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവർ കാണും. ഇങ്ങനെ ഒരുപാട് പേര് കാണും ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തിരുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് നമുക്ക് പറയാം. അതേ സെയിം ടൈം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇതിൻ്റെ സാലറി തന്നെയാണ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. എന്താണ് RBI ഗ്രേഡ് ബിയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാലറി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RBI ഗ്രേഡ് ബിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സാലറി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് നമ്മുടെ മുമ്പുണ്ടായിരുന്ന സാലറി നോക്കുവാണെങ്കിൽ, ലൈക്ക് ഇതിൻ്റെ മുമ്പ് വിളിച്ച സമയത്തുള്ള ഇതിൻ്റെ ബേസിക് പേ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സംതിങ് അറൗണ്ട് ഒരു 55,000 58,000 ആയിരുന്നു ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള അലവൻസുകളെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സാലറി എന്ന് പറയുന്നത് ഏകദേശം 1,08,000 റേഞ്ചിലുള്ള ഒരു സാലറി ആയിരുന്നു കൈ കിട്ടിക്കൊണ്ടിരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ അതിൽ ഇൻക്രീസ് ഒക്കെ വന്ന് 1,22,000 ആ റേഞ്ച് വരെ ആണ് സാലറി വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ സാലറി ഇതല്ല ഇപ്പോഴത്തെ ബേസിക് പേ. ഇതിൻ്റെ ഇപ്പോഴത്തെ ബേസിക് പേ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കൂടിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പേ എന്ന് പറയുന്നത് തന്നെ, ലൈക്ക് ഇതിൻ്റെ ബാക്കിയുള്ള അലവൻസുകളെല്ലാം മാറ്റി വെച്ച് വെറും ബേസിക് പേനെ കുറിച്ച് പറഞ്ഞാൽ പോലും അതെന്ന് പറയുന്നത് 78,000 റേഞ്ചിലാണ് ഇപ്പോഴത്തെ പുതിയ പേ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ബാക്കിയുള്ള അലവൻസുകളെല്ലാം കൂടി ചേരുമ്പോഴത്തേന് ഇതിൻ്റെ സാലറി പിന്നെയും ഒരുപാട് കൂടും. അപ്പോൾ അത് ഏകദേശം എത്രത്തോളമാണ് സ്റ്റാർട്ടിങ് മന്ത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷൻ്റെ അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അത് കൂടാതെ തന്നെ ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളതും, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന ചില സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സാലറി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതും അലവൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ വൺസ് അഗൈൻ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സാലറിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ സെഷനിൽ നമ്മുടെ ഈ ഒരു RBI നോട്ടിഫിക്കേഷൻ വന്നതും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഓൾറെഡി നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടെ നിങ്ങൾക്ക് RBI നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാവുന്നതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും അതേപോലെ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ അകത്ത് എക്സാം പാറ്റേണോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെഷനിൽ നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന സെഷൻസിൽ നമുക്ക് ഈ RBI ഗ്രേഡ് ബി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഏതൊരു ജോലി എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എത്ര സാലറിയാണ് എന്നാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നത്. അപ്പം ആ ഒരു സാലറി എത്രയാണ്, അതും ഇപ്പം വന്നിരിക്കുന്ന അപ്ഡേറ്റഡ് എത്രയാണ് എന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു എന്താ പറയുക കട്ടൗട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ അകത്തുനിന്ന് തന്നെ എടുത്തേക്കുന്നതാണ്. നമ്മുടെ ഒഫീഷ്യൽ ഇപ്പം റീസെൻ്റ്ലി വന്ന നോട്ടിഫിക്കേഷൻ്റെ അകത്തുനിന്ന് നമ്മുടെ പേ സ്കെയിലിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് HRD ആ ഒരു നോട്ടിഫിക്കേഷനിലെ പാരഗ്രാഫ് വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്കിവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, സെലക്ടഡ് കാൻഡിഡേറ്റ് വിൽ ഡ്രോ എ സ്റ്റാർട്ടിംഗ് ബേസിക് പേ ഓഫ് 78,450 പെർ മന്ത്. അപ്പം നമുക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടിങ് ബേസിക് പേ ആണ്, ലൈക്ക് ഒരു അലവൻസുകളും ആഡ് ചെയ്യാത്ത പ്യുവർ ബേസിക് പേ ആണ് ആ 78,450 റുപ്പീസ് പെർ മന്ത് എന്ന് പറയുന്നത്. ഇൻ ദി പേ സ്കെയിൽ ഓഫ്, നമുക്ക് ആ ഒരു പേ സ്കെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്കെയിൽ എങ്ങനെ പോകുന്നതെന്നുള്ള. യൂഷ്വലി സ്കെയിൽ കാണുമ്പോൾ പലർക്കും മനസ്സിലാവാറില്ല അത് എന്താ എഴുതിയിരിക്കുന്നതെന്ന്. നമുക്ക് അത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആ ബേസിക് പേനെ കുറിച്ച് മാത്രമാണ് പറയുന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു അലവൻസുകളും ആഡ് ചെയ്യാതാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന കണക്ക് നമ്മൾ ആദ്യമേ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മന്ത് നമുക്ക് കിട്ടുന്ന ബേസിക് പേ, ഓക്കെ അഗൈൻ ഞാൻ പറയുകയാണെങ്കിൽ ഇൻഹാൻഡ് സാലറി അല്ല, ഇൻഹാൻഡ് സാലറിക്ക് നമുക്ക് പോകാം. ബേസിക് പേ എന്ന് പറയുന്നത് 78,450 ആണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ അടുത്ത 9 വർഷം ഓരോ വർഷവും നമ്മുടെ സാലറിയിലേക്ക് ഒരു 4,050 റുപ്പീസ് വെച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും ഓരോ വർഷവും. അങ്ങനെ ഓരോ വർഷം ഇൻക്രീസ് ആയി കഴിയുമ്പോൾ 9 വർഷം കഴിയുമ്പോൾ നമ്മുടെ സാലറി എന്ന് പറയുന്നത് 1,14,900 ആയിരിക്കും ബേസിക് പേ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെയും അടുത്ത 2 വർഷം നമുക്ക് 4,050 റുപ്പീസ് വെച്ച് പിന്നെയും 2 വർഷം ഇൻക്രീസ് ആവും. പിന്നെയും 2 വർഷം ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സാലറി എന്ന് പറയുന്നത് 1,23,000 ആണ് പുതിയ സാലറി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെയും അടുത്ത 4 വർഷം ഓരോ വർഷവും 4,650 റുപ്പീസ് വെച്ച് ഇൻക്രീസ് ആവും. അങ്ങനെ ഇൻക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 16 വർഷം കഴിയുമ്പോൾ
നമ്മുടെ ബേസിക് പേ, ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള പേ മാത്രം 1,41,600 ആണ്. 16 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഈ ബേസിക് പേയുടെ മേളിലാണ് ഡിഫറെൻറ്റ് പെർസെൻറ്റേജുകളിൽ നമ്മുടെ അലവൻസുകൾ കാൽക്കുലേറ്റ് ആവുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ആദ്യത്തെ മാസം നമ്മുടെ ഈ ഒരു സാലറിയിൽ വരുന്ന അലവൻസുകൾ ഇത് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിനെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സാലറി തരുന്നെങ്കിൽ നമുക്ക് 16 വർഷം കഴിയുമ്പോൾ ഈ സാലറിയുടെ മേളിലാണ് പിന്നെ ഈ എമൗണ്ടുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് സാലറി തരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അലവൻസുകളുടെ പെർസെൻറ്റേജുകൾ എടുത്തിട്ട് അപ്പോൾ ആ പെർസെൻറ്റേജിന് ഉപയോഗിക്കുന്ന ബേസിക് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ബേസിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ പറയുന്നൊരു 9 വർഷം കഴിയുമ്പോൾ നമ്മുടെ സാലറി ഇതാണ് ബേസിക് പേ. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ അലവൻസുകളെല്ലാം എടുക്കുന്നതിന്റെ ബേസ് എന്തായിരിക്കും? ഈ വാല്യൂ ആയിരിക്കും ബേസ്. അതേപോലെ മുമ്പിലോട്ടും അങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയം നമ്മുടെ ഒരു സാലറി എത്ര ആണ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദേ വിൽ ഓൾസോ ബി എലിജിബിൾ ഫോർ സ്പെഷ്യൽ അലവൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ ഇത് ബേസിക് പേ മാത്രമാണ്. ഇത് കൂടാതെ കുറേ അലവൻസുകളുണ്ട് നമ്മുടെ ഈ RBI ഗ്രേഡ് ബി ഓഫീസർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ അലവൻസുകളെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ വരുന്ന അലവൻസുകൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ അലവൻസ് ഉണ്ട്, ഗ്രേഡ് അലവൻസ് ഉണ്ട്, ഡിയറൻസ് അലവൻസ് ഉണ്ട്, ലോക്കൽ കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട്, സ്പെഷ്യൽ ഗ്രേഡ് അലവൻസുകളുണ്ട്, ലേണിംഗ് അലവൻസുകളുണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, ആസ് പെർ റൂൾ ഇൻ ഫോഴ്സ് ഫ്രം ടൈം ടു ടൈം. ഓരോ ടൈം ടു ടൈം നമ്മുടെ ഈ പറഞ്ഞ അലവൻസുകളിൽ മാറ്റം വരും, അലവൻസുകളിൽ വേറെ ഇൻക്രീസ് വരും. നിങ്ങൾക്കറിയാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു എന്താ പറയുക ഡിയറൻസ് അലവൻസ് ആയാലും ശരി വേറെ അലവൻസിന്റെ പെർസെൻറ്റേജ് കൂട്ടാറുണ്ട്. സോ ടൈം ടു ടൈം ഈ അലവൻസുകൾ കൂട്ടും. അപ്പോൾ ഈ പറയുന്നത് മാത്രമല്ല ഇതിൽ വരുന്ന ഇൻക്രീസ് പിന്നെ ടൈം ടു ടൈം ഇതിൽ കൺസിഡർ ചെയ്യും എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അറ്റ് പ്രസന്റ് ഇപ്പോഴത്തെ കറണ്ട് ഇത് വെച്ച് ഇതൊക്കെയാണ് കൊടുക്കുന്ന അലവൻസുകൾ. ആൻഡ് ഇപ്പോഴത്തെ കറണ്ട് ഇത് വെച്ച് അറ്റ് പ്രസന്റ് ഇനിഷ്യൽ മന്ത്ലി ഗ്രോസ് സാലറി എന്ന് പറയുന്നത് വിത്തൗട്ട് HRA എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ പറ്റും. നിങ്ങളുടെ ഫസ്റ്റ് മന്ത് തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഇതാണ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. ഞാൻ 1,50,374 rupees ആണ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നേരത്തെ വരെയും ഈ സാലറി എന്ന് പറയുന്ന ഒരു 1,08,000 ആയിരുന്നു. ആൻഡ് നമുക്ക് ഈ പറഞ്ഞ അതിൽ പിന്നെ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞ വർഷത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ഒരു 1,22,000 ആ റേഞ്ച് ആയിരുന്നു. ഇപ്പം നമ്മുടെ കറണ്ട് ഏറ്റവും പുതിയ സാലറി എന്ന് പറയുന്നത് 1,50,374 ആണ് അപ്രോക്സിമേറ്റ്ലി. ഇത് ചെറുതായിട്ടൊക്കെ മാറും നമ്മുടെ സിറ്റീസ് അനുസരിച്ച്, പക്ഷെ വലിയൊരു വേരിയേഷൻ വരത്തില്ല. ഇപ്പം മുംബൈ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ മെട്രോ സിറ്റീസിലാണെങ്കിൽ എവിടെയാണ് പോസ്റ്റിംഗ് കിട്ടുന്നത് അതിനനുസരിച്ച് ഈ സാലറിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ബട്ട് നമുക്ക് ഏകദേശം ഈ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് വരുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു ബേസിക് പേയ്ക്കാണ് ഈ ഒരു സാലറി കൈ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടുള്ള ഇൻക്രീസിനനുസരിച്ച് ഈ സാലറി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ ഒരു 1,41,600 സാലറി ആകുമ്പോഴത്തേന് ബേസിക് സാലറി ആകുമ്പോഴത്തേന് ടോട്ടൽ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഏത് റേഞ്ചിൽ പോകുമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും നല്ലൊരു സാലറി പാക്കേജ് ആണ് വരുന്നത്. ആൻഡ് ഇതും വിത്തൗട്ട് HRA ആണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൗസ് റെന്റ് അലവൻസ് ഓഫ് 15% ഓഫ് പേ വിൽ ബി പെയ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് എന്തെടുത്തു കഴിഞ്ഞാൽ എന്ത് പെർസെൻറ്റേജ് ആണ് ആഡ് ചെയ്താലും എന്ത് അലവൻസുകളുടെ പെർസെൻറ്റേജ് ആഡ് ചെയ്താലും അതെല്ലാം ആഡ് ചെയ്യുന്നത് ഈ ബേസിക് പേയുടെ മേളിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒന്നെങ്കിൽ അവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും, ഇനി ചെയ്യുന്നില്ലെങ്കിൽ അവർ നമ്മുടെ ബേസ് സാലറിയുടെ 15% ആണ് ഈ പറയുന്ന HRA ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എമൗണ്ട് വിത്തൗട്ട് HRA ആണ്, ഹൗസ് റെന്റ് അലവൻസ് ഇല്ലാതെ. ഹൗസ് റെന്റ് അലവൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലറിയുടെ 15% ആണ് അതും പിന്നെയും ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ വാല്യൂയുടെ 15% എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം എത്രത്തോളം എമൗണ്ട് പിന്നെയും കൂടുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജിലാണ് നമുക്ക് ഈ ഒരു RBI ഗ്രേഡ് ബിയുടെ ഇപ്പോഴത്തെ കറണ്ട് സാലറി പാക്കേജ് എന്ന് പറയുന്നത് വിളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഷെയർ ചെയ്യാം. അവിടെ തന്നെ കൊടുത്തിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടാണിത്. A candidate possessing very high academic or professional qualification experience of significant value to the bank. ഒരു കാൻഡിഡേറ്റ് ഈ ഒരു എക്സാം എഴുതി ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂവിൽ ചെല്ലുന്ന സമയത്ത് ഈ ഒരു കാൻഡിഡേറ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെരി ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്. ഈ ഒരു ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ ബാങ്കിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ആ ഒരു സൈഡിന് ആവശ്യമായിട്ടുള്ള വളരെ ഹൈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ വളരെ ഹൈ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ദ ബാങ്ക് മേ അറ്റ് ഇറ്റ്സ് സോൾ ഡിസ്ക്രിയേഷൻ കൺസിഡർ ഗ്രാൻഡിങ് അപ് ടു 4 അഡ്വാൻസ് ഇൻക്രിമെന്റ്സ്. ബാങ്ക് എന്ത് ചെയ്യും? ബാങ്കിന്റെ ഡിസിഷനാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ബോർഡിന്, നമ്മുടെ RBIയുടെ ബോർഡിന് ഈ പറഞ്ഞ കാൻഡിഡേറ്റിന് 4 അഡ്വാൻസ് ഇൻക്രിമെന്റ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് സോൾ ഡിസ്ക്രിയേഷൻ മേ കൺസിഡർ റിക്വസ്റ്റ് ഫോർ ഹയർ
എമോൾമെന്റ്സ് ബിക്കോസ് ഓഫ് ഹയർ ക്വാളിഫിക്കേഷൻ ഓഫ് സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഓഫ് വാല്യൂ ടു ദ ബാങ്ക്. ബാങ്കിന് അതൊരു വാല്യൂ ആണ്. അപ്പൊ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടായതുകൊണ്ടാണ് ആ ബോർഡ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ ബോർഡിന് മുമ്പിൽ ആ റിക്വസ്റ്റ് വെച്ചതിന് ശേഷം ബോർഡാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് ഇത് കൊടുക്കണോ വേണ്ട എന്നുള്ളത്. പക്ഷെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 4 അഡ്വാൻസ് ഇൻക്രിമെന്റ്സ് ആണ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ കാൻഡിഡേറ്റിന് കൊടുക്കുന്നേ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിയാൽ എത്ര പിന്നെ ആ ഒരു പോസ്റ്റിനെ അട്രാക്റ്റീവ് ആക്കി മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ആ ഒരു സാലറി ആംഗിളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പേ സ്കെയിൽ ആംഗിളിലേക്ക് വരുമ്പോൾ. പിന്നെ ബാക്കി സച്ച് ഇൻഫർമേഷൻ മേ ബി ഫർണിഷ്ഡ് ഇൻ ദി ബയോഡേറ്റ ഫോം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്തുള്ള നമ്മുടെ ബയോഡേറ്റയിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ബാക്കി പിന്നെ ഈ ബോർഡ് ആയിരിക്കും ആ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ദ ബോർഡ് ബാങ്ക് വിൽ നോട്ട് എന്റർടൈൻ എനി റിക്വസ്റ്റ് റിസീവ്ഡ് ആഫ്റ്റർ ദ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ചെല്ലുന്നത് ഒരിക്കലും അവർ എന്റർടൈൻ ചെയ്തില്ല. നമ്മുടെ ഇന്റർവ്യൂവിന് മുമ്പേ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ ഇന്റർവ്യൂയുടെ മുമ്പിൽ ആ ബയോഡേറ്റ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റിക്വസ്റ്റ് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. ആ റിക്വസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് അത് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അലോട്ട് ചെയ്യാൻ ഗ്രാൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്കവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, മേ ബി ഇപ്പൊ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ പലരും ചിലപ്പോൾ ഈ നോട്ട് ശ്രദ്ധിക്കാൻ വിട്ടുപോകും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കുക ഉറപ്പായിട്ടും. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ജോലിയിൽ പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെയാണെന്ന് ഉള്ളത് കൂടി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. ഡെഫിനറ്റ്ലി നമുക്ക് അതൊരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അവിടെ വരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ RBI ഗ്രേഡ് ബി ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ ആദ്യമേ അസിസ്റ്റന്റ് മാനേജർ, ആ ഒരു പ്രൊമോഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അസിസ്റ്റന്റ് മാനേജർ, അതിനുശേഷം മാനേജർ, അതിനുശേഷം അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ജനറൽ മാനേജർ, ചീഫ് ജനറൽ മാനേജർ, പ്രിൻസിപ്പൽ ചീഫ് ജനറൽ മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അതിനുശേഷമുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഡെപ്യൂട്ടി ഗവർണർ ആൻഡ് ഗവർണർ. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുടെ പോസ്റ്റ് വരെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. ഇപ്പോൾ RBI ഗ്രേഡ് ബി ആയിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവരും RBI ഗവർണർ ആവും എന്നല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ആ പോസ്റ്റ് വരെ എത്താൻ പറ്റും ഓക്കെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം RBIയുടെ ഗവർണറിനെ തീരുമാനിക്കാൻ ഒരു എന്താ പറയുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിനനുസരിച്ചാണ് അത് തീരുമാനിക്കുക. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു പോസ്റ്റ് വരെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ല പ്രൊമോഷൻസും ഫ്യൂച്ചറും ഗ്രോത്തും ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഇതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ എത്രയും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരുപാട് ബാങ്ക് എക്സാംസ് ഓൾറെഡി ക്ലിയർ ചെയ്തിട്ട് ഇപ്പം ഇതിനൊക്കെ നോക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൊരു ചെറിയ ഡൗട്ടൊക്കെ ഉള്ളവർ കാണും. അവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഇപ്പം ജസ്റ്റ് ബാങ്ക് എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ലോങ് ടേം ഗോളായിട്ട് ഈ ഒരു RBI ഗ്രേഡ് ബി ഓഫീസറിൻ്റെ ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പിലോട്ട് കൊണ്ടുപോകുക. ഒരിക്കലും ഒരു എക്സാം ക്ലിയർ ചെയ്തു, ഞാൻ RRB ക്ലിയർ ചെയ്തു അല്ലെങ്കിൽ SBI ക്ലിയർ ചെയ്തു, അവിടെ നിർത്തല്ല. അതിന് ശേഷം പിന്നെയും ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരു ഏജ് വരെയും ഒരു സമയം വരെ കിട്ടത്തുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു ചേഞ്ചസ് വളരെ വലുതായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റാങ്ക്, റെസ്പെക്ട്, പവർ അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ നമ്മുടെ എൻട്രിയിലും RBI ഗ്രേഡ് ബി ഓഫീസറിൻ്റെ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയുള്ള ക്ലാസ്സസ് ഉണ്ട്, കോച്ചിങ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നമ്പർ കാണിച്ചു തരാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ അത് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്കറിയാം, നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഒരിക്കലും പെട്ടെന്ന് നമ്മുടെ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ ബാങ്ക് എക്സാംസ് പോലെ ഒരു 6 മാസം കൊണ്ടോ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. RBI ഗ്രേഡ് ബി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല എക്സാം ആണ്. അപ്പോൾ അത്രയും ലോങ് ടേം സമയം എടുത്താണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടതും. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ RBI ഗ്രേഡ് ബിയുടെ ഓഫീസറിനെ കുറിച്ച്. അപ്പോൾ ആ സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇത് ഇപ്പോഴേ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ട് പറഞ്ഞ പോലെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു നോളജ് ഉള്ളവർക്ക് അറിയാം ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയുന്നതിൽ മാത്രമേ കാര്യമുള്ളൂ. പക്ഷേ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വളരെ നേരത്തെ നമ്മളിത് അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയാണ് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് മിനിമം ഒരു ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ, കുറച്ചെങ്കിലും ഒരു നോളജ് ഉള്ള ഒരാളെങ്കിൽ ആ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അവർ പഠിച്ചു തുടങ്ങും, അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങും. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പെട്ടെന്ന് 2 മാസം കൊണ്ട് ഞാൻ എക്സാം എഴുതി ക്ലിയർ ചെയ്യാം ഒരിക്കലും പറ്റത്തില്ല. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. നോട്ടിഫിക്കേഷൻ വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് ഇതിന്
വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ അതിനെ എന്താ പറയുക റിമൈൻഡർ ആണ് ദാറ്റ് എക്സാം വന്നു, ഇനിയിപ്പോൾ ഉടനെ എക്സാം കാണും എന്നുള്ള റിമൈൻഡർ കൂടിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻസും അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു സെഷൻസും ക്ലാസ്സസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഫ്യൂച്ചറിൽ ഈ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എഴുതാൻ റെഡി ആയിരിക്കണം. ഒരിക്കലും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എഴുതാം എന്ന് വിചാരിക്കുകയും ചെയ്യില്ല. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബാങ്ക് എക്സാംസിനും റെയിൽവേ എക്സാം SSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരെ ഇപ്പം റീസെന്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എൻട്രിയിൽ ഓൾ ഇൻ വൺ ഫൗണ്ടേഷൻ കോഴ്സസും ഉണ്ട് ഈ ബാങ്ക് SSC റെയിൽവേ എക്സാംസിനൊക്കെ വേണ്ടി. ഇപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് വേണ്ടി അപ്പോൾ ഒരുമിച്ച് കുറച്ച് ലോങ് ടേം ടൈം എടുത്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു കോഴ്സസിലോട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർ, ഓക്കെ, എസ്പെഷ്യലി ഇപ്പം കോളേജൊക്കെ കഴിഞ്ഞ് പഠിച്ചു തുടങ്ങുന്നവർ അല്ലെങ്കിൽ കോളേജിന്റെ ഫൈനൽ ഇയറിലുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, RBIയുടെ കോഴ്സസിനെ കുറിച്ച് നോക്കുന്നവരും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തതിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫ്യൂച്ചറിൽ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ലേറ്റ് ആയിപ്പോയി, ഞാൻ അറിയാൻ ലേറ്റ് ആയിപ്പോയി, ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരില്ല. നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ റെഡി ആയിരിക്കണം. ആ രീതി നിങ്ങൾ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാം. പിന്നെ കുറിച്ച് ഇനി ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വരുന്ന സെഷൻസിൽ നിങ്ങളായിട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക, ഓരോ അപ്ഡേറ്റ്സും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ആൻഡ് ഫ്യൂച്ചറിൽ വരുന്ന നോട്ടിഫിക്കേഷൻസും അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവാനും കറക്റ്റായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക, മിസ്സാവാതിരിക്കുക. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ വരുന്ന സെഷൻസിൽ നമുക്ക് കൂടുതൽ ഇതിൻ്റെയൊക്കെ വേറെ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്